ഈ ജീവിതത്തിൽ ഞാൻ വരും അങ്ങോട്ട്. കർണാടകയിലെ ഒരു സബ്സ്ക്രൈബർ ഹായ്. നിന്നോടെത്തൂലല്ലോ? ഇല്ല ഇല്ലല്ലോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ മൈസൂർ സൂവിലെ കാഴ്ചകൾ കാണാം. എന്നാ കമോൺ. പണ്ട് നമ്മൾ സൂവിലേക്ക് നേരെ കേരള മേലെ കണ്ട ഭാഗത്ത് ഇപ്പൊ അണ്ടർഗ്രൗണ്ട് ഇതിന്റെ റോഡിന്റെ താഴെ കൂടെ പോകുന്ന ഒരു ഭാഗത്ത് ഇതിലേ പോയിട്ട് പിന്നെ വെള്ളക്കുപ്പി, ബാഗ്, അങ്ങനത്തെ സാധനങ്ങൾ, സെൽഫി സ്റ്റിക്ക് കാര്യങ്ങളൊന്നും ഇവിടെ നേരത്തെ പണ്ട് നമ്മൾ കയറിയ എൻട്രൻസ് അല്ലേ ഇത്? അതെ അതെ. ഇപ്പൊ ആ ഭാഗത്തുനിന്ന് ആ പാർക്കിങ്ങിന് നമ്മൾ നേരെ ഇവിടെ 50 ഞങ്ങൾക്ക് 100 ടിക്കറ്റ് റേറ്റ്. ടിക്കറ്റ് എടുത്തില്ല. അങ്ങനെ ഘോരമായ കാട്ടിന്റെ നടുവിൽ എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ. എന്തെല്ലാം ഫുൾ കാടനല്ലേ പ്രിയ? അടിപൊളി. പിന്നെ ഈ കാട് നിറയെ ഫോറസ്റ്റ് ആണ് ഗൈസ്. പ്രിയ അങ്ങനെ പറയുള്ളൂ. ഇവിടെ പിന്നെ ജിറാഫിനെ കണ്ടാലാണ് നമ്മള് പ്രശ്നമാവുക. കാരണം ചില ജിറാഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രിയനെ കാണാണ്ടാവും. കാരണം പ്രിയ ഏകദേശം ജിറാഫിനോട് ഐറ്റൊക്കെ ഉണ്ട്. ജിറാഫ് പ്രിയനെ കൊണ്ടുപോകും. എന്ത് നല്ല മനോഹരമായ ചളിക്കാമടി. അങ്ങനെ ഒരു ഗ്ലാസ് ഇട്ട റൂമിനുള്ളിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അപ്പുറത്ത് എന്തോ ഉണ്ട് എന്നെ പ്രിയനെ നോക്കുന്നുണ്ട്. എന്തിനാ കാണുന്നത്? പുലി അതോ കിടക്കുന്നുണ്ട്. എന്നിലുള്ള പുലിത്വത്തെ പുറത്തേക്ക് എടുപ്പിക്കണ്ട. വേഗം പോലും പുലി. കൊരങ്ങൻ ഒരു സ്ഥലത്തേക്ക് മാത്രം നോക്കി വെക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളെ സത്യം മനസ്സിലാക്കിയത്. ആ കൊരങ്ങൻ നോക്കിയത് പ്രിയായിരുന്നു. പ്രിയ ലൈൻ അടിച്ചോണ്ടിരിക്കുന്നത്. പൊയ്ക്കോ ഞങ്ങൾ വന്നപ്പോ ഈ ഗ്യാപ്പ് കൂടെ നോക്കിയ വലിയ അയാള് ഇതിനെ കണ്ടിട്ട് പറഞ്ഞ ഞാൻ കിടക്കുകയാണ്. ഡാഡി ഞാന് ഇപ്പോഴേക്ക് മൃഗങ്ങളെ പറ്റി നീ യാതൊരു അറിവില്ല. അയ്യോ കാണുന്നില്ല. എന്താ പറയാ മൃഗങ്ങളില് പാവം ഇവരെന്നാലും കുറച്ച് ആൾക്കാരുണ്ട്. ചില സ്ഥലത്ത് ഒറ്റയ്ക്കാകുമ്പോ സങ്കടല്ലേ. അത് ചിമ്പാൻസി ഒറ്റയ്ക്കാനെ കൊണ്ടാ കിടന്നുറങ്ങി അവിടെ. ഇവർക്ക് പിന്നെ ഇവര് പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ടല്ലേ. ശരിക്കും കുതിരേനെ പോലെ ഇല്ലേ? കുതിര തന്നെയാണല്ലോ. അത് പറ. ശരിക്കും വരകൾ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നതിനെ കൊണ്ടല്ലേ ഇത് എടുക്കല്ലേ? ഞാനൊരു ഡൗട്ട് വെച്ചല്ലേ. കുതിരേനെ പോലെ ഇല്ലേ? ഇത് കുതിര തന്നെയാണോ? കുതിര പണ്ട് നമ്മളെ ഒരു ഇതുണ്ട്. അതെ, പെയിന്റ് അടിച്ചിട്ട് അങ്ങനെ ആയി. പിന്നെ ഈ കളറിലുള്ള അവര് കുട്ടികളുണ്ടാകുമ്പോ അതെ കുളിക്കാറില്ല. അങ്ങനെ കളറായി വന്നു. ഇത് എനിക്ക് പെട്രോൾ കിട്ടാനുള്ള വഴിയാ മനസ്സിലായി. എല്ലാം ഒരു ട്വിസ്റ്റ് എന്താ പറയാ. പ്രിയ വെറുതെ പറഞ്ഞത്. എല്ലാം വെറുതെ പറഞ്ഞു. പ്രിയയുടെ ഡൗട്ട് കേട്ട് ആരും പേടിക്കണ്ട. പ്രിയ ഇടയ്ക്ക് അങ്ങനെ കുറച്ച് ഡൗട്ടുകളൊക്കെ പറയാറുണ്ട്. ഓടിപ്പോയി കഴിഞ്ഞു. അങ്ങനെ പൊന്മണി വിഷ്ണുവിന്റെ സപ്താഹ വായന കാണാൻ വേണ്ടി പോയ ഫ്രീൻസ് ഞങ്ങളുടെ റീൽസ് ഒക്കെ എടുത്തു എൻ്റെ ഇടയിൽ കാണണേ. ചിമ്പുകളെ ചിമ്പു ഇവിടെ നടന്നു വരുന്ന ഒരു വീഡിയോ. സുബ്രഹ്മണ്യ അവിടെ കിടക്കുന്നുണ്ട്. ലിയോലിയാ അങ്ങനെ ലിയോയിലെ സുബ്രഹ്മണ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ കിടന്നുറങ്ങിയല്ല ശിഖോ. മതി ഇനി വലിയൊരു ആനക്കൂട്ടത്തെ നമ്മൾ കാണാൻ പോവാണ്. പ്രിയ അത് ഏന്തി പിടിക്കുന്നുണ്ട്. വയ്യ
നോക്കുമ്പോ മുത്തശ്ശൻ നടക്കുന്നില്ല. കർണാടകയിലെ ഒരു സബ്സ്ക്രൈബർ ഇതാ ഞങ്ങളെ കണ്ട് വളരെ സന്തോഷം കണ്ടതില്. Okay, bye. Nice video. താങ്ക് യു താങ്ക് യു. Okay, bye. ഓക്കെ Bye. അങ്ങനെ സൂ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉണ്ട് വലിയ സന്തോഷം. അവർ നമ്മുടെ അടുത്ത് മറ്റേ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവരവര് ഹാപ്പി കാണുമ്പോൾ നമുക്ക് ഡബിൾ ഹാപ്പി. തീർച്ചയായിട്ടും. വയനാട് അങ്ങനെ വയനാട്ടിലെ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ. ഹായ്. ഹായ്. നടന്ന് ക്ഷീണിച്ച് ഷീക്കുട്ടിയെ ഫ്രീ എടുത്ത് ഇറക്കുന്നത് പണ്ട് കുഞ്ഞിയിലെടുത്തിട്ട് അയ്യോ ഈ കണ്ടല്ലോ മൊത്തം നടന്നാ ഞാൻ. ഇപ്പൊ വയ്യ. ഇപ്പൊ ഇങ്ങനെ ക്ഷീണം പിടിച്ചോ? ലസ നീ കുറച്ച് ദൂരം കൂടി ഉള്ളു. അങ്ങനെ സൂവിൻ്റെ ഉള്ളിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി. നേരെ ഇവിടത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഈ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി എന്നുണ്ടല്ലോ. ഇതാ ഇതോളം വരൂല പ്രിയ അല്ലേ? അങ്ങനെയല്ലേ? നിന്നോളെത്തൂലല്ലോ? ഇല്ലല്ലോ. അങ്ങനെ ചീക്കൂടെ പ്ലെയിന് ഫ്ലാറ്റ്. അപ്പനും മോഹം കൂടി മോക്ക് നടക്കാൻ വയ്യ. പറ്റുന്നുണ്ടാ? വലുതായി ഉണ്ണി വളർന്നത് അറിഞ്ഞില്ലേ? കുതിരപ്പുറത്ത് പോകുന്ന ചീക്കുട്ടി. ഓക്കെ അങ്ങനെ കണ്ണൂർ ടീംസിനെ കണ്ടു അല്ലേ? അപ്പൊ ഇന്ന് തന്നെ വന്നേ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവാണ്. ചീക്കുട്ടി ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ മീൽസ് കഴിക്കാൻ ഞങ്ങളുടെ ഹോട്ടലിൽ കയറി. ആദ്യം തന്നെ ചപ്പാത്തി കിട്ടിയത്. ചപ്പാത്തി നോക്കിയിരിക്കുന്നുണ്ട്. ചീക്കു വിശന്ന് തളർന്നിട്ട് കിട്ടിയ സാധനം വെച്ച് കയറുന്നുണ്ട്. അതാ അവിടെ എവിടെ മുണ്ട ചപ്പാത്തിയുടെ ഇട്ട് രാവിലെ പറഞ്ഞാലും മറിച്ചെടുക്കാൻ പോകുന്നുണ്ട് ബിരിയാണി. ഇത് വേറെ ഹോട്ടലല്ലേ? എന്നാലും പൊതുവേ നിങ്ങൾ പറഞ്ഞല്ലോ രാവിലെ അവിടെ പോയി കഴിക്കാന്ന് വിചാരിച്ചു. നടന്നില്ല. ചീക്കൂര് ഭയങ്കര വിശപ്പായി ടയേർഡ് അതിനെക്കൊണ്ട് ഇവിടെയാ വന്നത്. ഇത് അന്നപൂർണ്ണ കേട്ടപ്പോൾ നല്ല പൊതുവേ നല്ല ഫുഡാണല്ലോ. അങ്ങനെ ഓടിക്കേറി. അയ്യോ അയ്യോ ചീക്കോ അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ ഒരു പപ്പടമാണ് ഗൈസ്. അയ്യോ ഓൺലൈനിൽ ടിക്കറ്റിൽ എടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇവിടെ ആരും എടുത്തും തരുന്നില്ല. വഴി മാറി റിസ്ക് എടുത്ത് 5 മണി വരെയേ ഉള്ളൂ. അങ്ങനെ 5 മണി ആവാനായി. ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് ഇവിടെ എത്തിയപ്പോഴായിരുന്നത് ഓൺലൈൻ ടിക്കറ്റേ പറ്റുമെന്ന്. ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ വന്നത്. കോട്ട പോലെ പോയി തോന്നും ഗായ്സ്. നമ്മൾ തന്നെ ഓൺലൈൻ ടിക്കറ്റ് ഇവിടെ വന്ന് എടുക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ടൈമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് എല്ലാവരും ഇതവിടെ പുറത്ത് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ലാസ്റ്റ് ടിക്കറ്റ് കിട്ടി കേട്ടോ. 3 മിനിറ്റ് കൂടെ ഉള്ളൂ. അങ്ങനെ ഒരു വിധേന എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഉള്ളിൽ കയറി ഗൈസ്. അങ്ങനെ കയറി സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് വിളിച്ചു പോകാൻ തുടങ്ങി. ഇപ്പം ഇത് ക്ലോസ് ചെയ്യുക, അതുകൊണ്ട് വേഗം വന്ന് കണ്ടോളൂന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. ഡെങ്കടക്കാന്നും പറഞ്ഞു ഓടലോ ഓട്ടം. അങ്ങനെ ഗൈസ് ടിപ്പു സുൽത്താൻ്റെ കോട്ട കണ്ട് പടക്കുന്ന പ്രിയയെ കണ്ട. പ്രിയ കോട്ട കണ്ട്
ഒന്നും കിട്ടുന്നില്ലേ? ഇഷ്ടമായില്ല. എന്തൊരു വിധി ഇത്, ഓടിക്കറ ചുള്ളിക്കറ. നേരത്തെ പോട്ടെ, 5 മണിയായി. തിരിച്ച് പുറത്തേക്ക് പിന്നെ ഗൈഡ് വേഷം തന്നെ വരുന്നുണ്ട്. നീല പുറത്തേക്ക് പോയിക്കോ. എല്ലാത്തൊരു ടിപ്പുന്റെ കോട്ടകളിലേക്ക് ഒന്ന് ഓടി ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിട്ട് ടിക്കറ്റ് തരില്ല. പക്ഷെ ഓടിയിട്ട് കിതക്കുന്നില്ല, നല്ല തണുപ്പുള്ളുണ്ട്. വലിയ കുഴപ്പമില്ല. പിന്നെ ടിപ്പു സുൽത്താന്റെ ഒറിജിനൽ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തൊക്കെ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലേ. ടിപ്പു സുൽത്താൻ കോട്ടയം പ്രദേശം മൈസൂർ വന്നിട്ട് അത് കണ്ടിട്ടില്ല എന്നാണ് വേണ്ട. ആകാശമില്ല കണ്ടിട്ട് ടിപ്പു സുൽത്താൻ്റെ കോട്ട. ഒരെത്തുമ്പോഴും കറക്റ്റ് ടൈമായിരുന്നു. നമ്മൾ ഇറങ്ങി. ടിപ്പുവിൻ്റെ കോട്ടയിലെ അവസാന യാത്രക്കാരായി ഞങ്ങൾ മാറി. ഈ ജീവിതത്തിൽ ഞാൻ വരുന്നില്ല. അങ്ങനെ പറയണ്ട, നമ്മൾ ലാസ്റ്റ് നമ്മൾ ബായ് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ഇറങ്ങി. അത്ര ഓടി കിതച്ച് വന്നിട്ട്. അതെ, ബൈ.